ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യം നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണിയിലിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പെല്ലാം ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെല്ലിക്ക ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പം നമുക്ക് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ നമ്മൾ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതൊന്നും തണിയാൻ കാക്കാട്ടോ. ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. വെള്ളത്തിന്റെ അംശം ഒന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ പാത്രമാണ് എടുക്കുക. നെല്ലിക്ക ഓരോന്നോരോന്നായി അതിലേക്ക് ഇടാം. നല്ല എരിവുള്ള ചീര പറങ്കി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല തോല് പൊളിച്ച വെളുത്തുള്ളിയും അതിലോട്ടേക്ക് ഇടാം. കുറച്ച് ഉപ്പും കൂടിയും ഇടാം. അപ്പൊ നമ്മൾ തിളപ്പിച്ചാറ്റിയ നെല്ലിക്കയുടെ വെള്ളം നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് വിനാഗിരി വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് നെല്ലിക്ക കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റിനായിട്ട് വെക്കണം. നമുക്ക് ഇപ്പൊ തിന്നാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, സീ യു.